നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ പ്രവാസിയായ വിമുക്ത ഭടനെതിരെ നാട്ടിലുള്ള ഭാര്യയുടെ പീഡന പരാതി. തന്നെ ഉപേക്ഷിച്ച ഭർത്താവ് പല പ്രാവശ്യം നാട്ടിലെത്തി ശാരീരികമായും മാനസികമായും അതിക്രൂരമായും പീഡിപ്പിച്ചുവെന്ന പാലക്കാട് വടക്കാഞ്ചേരി സ്വദേശി മിനി തോമസ് ആണ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയത്. മണർകാട് സ്വദേശിയായ ഭർത്താവിനെതിരെ യുഎഇയിലെ പ്രമുഖ അഭിഭാഷക അഡ്വക്കേറ്റ് പ്രീത ശ്രീറാം മാധവ് മുഖേന ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലും അതുപോലെ തന്നെ പോലീസിലും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇവർ. പരിക്കേറ്റ മിനി തോമസ് 25 വർഷം മുൻപായിരുന്നു മിനിയുടെ വിവാഹം. 2 മക്കളുമുണ്ട്. സൈന്യത്തിൽ നിന്നും വിരമിച്ച ശേഷം 2013 ഭർത്താവ് യുഎഇയിലെത്തി. ആദ്യം സ്വകാര്യ സ്ഥാപനത്തിലായിരുന്നു ജോലി, പിന്നീട് കൺസൾട്ടൻസി കമ്പനി ആരംഭിച്ചു. അതിനിടെ ദുബായിലുള്ള ഒരു യുവതിയുമായി അടുപ്പത്തിലായതോടെ താനുമായുള്ള ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങിയെന്ന് മിനി പറയുന്നു. യുവതിയുടെ ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് അവർ വിവാഹം കഴിക്കാൻ മിനിയുടെ സത്യവാങ്മൂലം ആവശ്യപ്പെട്ടു. ഭർത്താവിനെ അവിശ്വസിക്കുന്നു എന്നും അയാളെ മാനസികമായി പീഡിപ്പിക്കാറുണ്ട് എന്നും കുടുംബാന്തരീക്ഷം മോശമാണ് എന്നും സത്യവാങ്മൂലത്തിൽ എഴുതണമെന്നും നിർബന്ധിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ നാട്ടിലെത്തി ക്രൂരമായി മർദ്ദിച്ചുവെന്നും മിനിയുടെ പരാതിയിൽ പറയുകയാണ്. മുഖത്തും കഴുത്തിലും കൈകാലുകൾക്കും പരിക്കേറ്റ് ആശുപത്രിയിലാണ്. മകളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത ഇക്കാര്യങ്ങൾ ആരോടും പറഞ്ഞില്ല എന്നും മിനി പറയുന്നു. വിദേശത്തേക്ക് മടങ്ങിയ ഭർത്താവ് കഴിഞ്ഞ ഓഗസ്റ്റിൽ തിരിച്ചെത്തി മിനിയെ മർദ്ദിച്ചിരുന്നു. വയറ്റിൽ തൊഴിയേറ്റ സാരമായ പരിക്കുകളോടെ ആശുപത്രിയിലായ മിനിയുടെ പരാതിയിൽ ഗാർഹിക പീഡനത്തിന് പോലീസ് കേസെടുത്ത് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ വാറന്റ് കൈപ്പറ്റാതെ ബാങ്ക് രേഖകളും റേഷൻ കാർഡുകളും അടക്കം വിലപിടിപ്പുള്ള രേഖകളും മറ്റും സാധനങ്ങളുമായി ഭർത്താവ് ദുബായിലേക്ക് കടന്നെന്നും ഇപ്പോൾ ഭർത്താവിന്റെ സഹോദരൻ ബന്ധുക്കളുടെ വീട്ടിലെത്തി തനിക്കെതിരെ വധഭീഷണി മുഴക്കുന്നുവെന്നും മിനി പറയുന്നു. അതുപോലെ തന്നെ പരിക്കേറ്റ മിനി തോമസ് വർഷങ്ങളായി ഭർത്താവ് ചെലവിന് നൽകുന്നില്ല എന്നുള്ള പരാതിയും പറയുന്നുണ്ട്. ഇപ്പോൾ 600 രൂപ ദിവസക്കൂലിക്ക് ജോലി ചെയ്താണ് കുടുംബത്തെ പോറ്റുന്നത്. നിത്യജീവിതം വളരെ കഷ്ടപ്പാടിലുമാണ്. ഭർത്താവിനെ ദുബായിൽ നിന്ന് പിടികൂടി നാട്ടിലേക്ക് മടക്കി അയക്കണമെന്നും നാട്ടിലെത്തുമ്പോൾ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കണമെന്നുമാണ് ഇപ്പോൾ ഈ ഒരു മിനിയുടെ ആവശ്യം. പരിക്കുകൾക്ക് ചികിത്സാ ചെലവ് നൽകണമെന്നും മിനി ആവശ്യപ്പെടുന്നുണ്ട്. ഇവരുടെ ഭർത്താവ് ഇപ്പോൾ ഷാർജയിലാണ് താമസിക്കുന്നത്. പീഡനത്തെ തുടർന്ന് വീട്ടിൽ നിന്ന് കാറിൽ രക്ഷപ്പെടുന്ന മിനി തോമസിന്റെ അടക്കം CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ്. ഇന്ത്യയിൽ പ്രവാസികളുടെ ഭാര്യമാർ നൽകുന്ന ഗാർഹിക പീഡന കേസുകൾ വർദ്ധിച്ചതായി യുഎഇയിലെ പ്രമുഖ അഭിഭാഷക പ്രീതി ശ്രീറാം മാധവ് ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. മിനി തോമസിന്റേതുപോലെയുള്ള ഒട്ടേറെ കേസുകൾ അടുത്ത കാലത്തായി വരുന്നുണ്ടെന്നും വിദേശത്തേക്ക് ജോലിക്കെത്തി നല്ല നിലയിലായാൽ നാട്ടിലെ കുടുംബത്തെ മറക്കുന്നവരാണ് ഇത്തരം കേസുകളിലെ പ്രതികളിൽ പലരും. ഇവർ അവധിക്ക് നാട്ടിലെത്തിയാൽ ഭാര്യമാരെ ക്രൂരമായി മർദ്ദിക്കാറുണ്ട്. നിസ്സഹായരായി അതും സഹിക്കുകയാണ് പല സ്ത്രീകളും. സ്ത്രീകൾക്കെതിരെയുള്ള ഈ അതിക്രമങ്ങളോട് യുഎഇയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. ഭാര്യമാരെ ഉപേക്ഷിക്കുന്നവർക്കും ചെലവിന് പോലും നൽകാത്തവർക്കുമെതിരെ ഈ രാജ്യങ്ങളിൽ കേസെടുത്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കാം. നാട്ടിൽ ഗാർഹിക പീഡനം നടത്തിയ ശേഷം യുഎഇയിലെത്തി ജീവിക്കുന്ന ഭർത്താക്കന്മാർക്കെതിരെ ഇവിടെ വന്ന നിയമം പോരാട്ടം നടത്തി ഒട്ടേറെ പേർക്ക് ശിക്ഷ വാങ്ങി നൽകുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ പീഡനങ്ങൾ അതുപോലെ തന്നെ മറ്റ് സ്ത്രീകൾക്ക് വേണ്ടി സ്വന്തം ഭാര്യ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരുടെ എണ്ണവും ഇപ്പോൾ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്.